ഹലോ. അപ്പോൾ മെഡ് അക്കാഡമി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നമ്മളെങ്ങനെയാണ് കണ്ടൻസുകൾ എടുക്കുന്നതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ആൻഡ് PDF നോട്ടുകൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, അതുപോലെ MCQ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നു. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് കാണുന്ന ഫസ്റ്റ് സ്ക്രീനാണ് ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹോം സ്ക്രീനിൽ നമ്മൾ പർച്ചേസ് ചെയ്ത കോഴ്സസുകൾ ഇവിടെ പർച്ചേസ്ഡ് കോഴ്സസ് എന്നുള്ള ഒരു ഓപ്ഷനിൽ കാണാൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന കോഴ്സാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആണ് പർച്ചേസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അവിടെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എന്നായിരിക്കും കാണാം. ഇനി കൂടുതൽ കോഴ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ കോഴ്സുകളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ സി ഓൾ എന്ന് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ കോഴ്സുകളാണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അവിടെ ലിസ്റ്റ് ഔട്ടായിട്ട് വരുന്നതായിരിക്കും. ഇനി ഈ ഒരു ഹോം സ്ക്രീനിൽ അതർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് മെഡ് അക്കാഡമിയിൽ വേറെ എന്തൊക്കെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഹോം സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നമ്മൾ പർച്ചേസ് ചെയ്തൊരു കോഴ്സിലെ കണ്ടൻറ്റുകൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറയാം. അപ്പോൾ ആദ്യം ഞാനിവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആണെങ്കിൽ അതിന് തൊട്ട് താഴെ കാണുന്ന സ്റ്റാർട്ട് ലേണിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു ന്യൂ സ്ക്രീനിലേക്ക് പോകും. അവിടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ കണ്ടൻറ്റിലാണ് നമ്മുടെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് ഓരോ ഫോൾഡർ ആയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആകുമ്പോൾ അതിൽ ആ ഒരു സിലബസിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഓരോ ഫോൾഡർ ആയിട്ടായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഫാർമക്കോളജി പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഫാർമക്കോളജി എന്നുള്ള ഫോൾഡറിൽ എടുക്കുന്നു. ഫാർമക്കോളജി ഫോൾഡറിൽ ഓരോ സബ്ജക്റ്റ് വൈസ് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരുന്നുണ്ടോ അതെല്ലാം നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗ് എന്ന് പറഞ്ഞ വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ പ്ലേ ആവും. ഹലോ, വെൽക്കം ടു മെഡ് അക്കാഡമീസ് ഓൺലൈൻ വീഡിയോ ക്ലാസ്സസ്. വീഡിയോ ബാക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ആ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് പോകുന്നു. നമ്മൾ കണ്ട ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗിൻ്റെ തൊട്ട് താഴെ തന്നെ അതിൻ്റെ PDF നോട്ടും അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ PDF നോട്ടുകൾ നമുക്ക് വായിച്ചിട്ട് വീഡിയോ കണ്ടതിന് ശേഷം PDF നോട്ട് കൂടെ വായിക്കുക. അതിനാണ് നമ്മൾ PDF നോട്ടുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിപ്പോൾ വൈഫൈയോ നെറ്റൊക്കെ അവൈലബിൾ ആവുന്ന സമയത്ത് ഈ ഒരു വീഡിയോസ് ഓഫ്ലൈൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് കിടക്കും. നെറ്റ് ഇല്ലാത്ത സമയത്തോ നമുക്ക് നെറ്റൊന്നും അവൈലബിൾ ആവാത്ത സമയത്തോ നമുക്ക് ഓഫ്ലൈൻ ഡൗൺലോഡിൽ ഈ ഒരു വീഡിയോ ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഓഫ്ലൈൻ അതായത് നെറ്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്തിട്ട് കേൾക്കാനും കാണാനൊക്കെ പറ്റുന്നതായിരിക്കും. ഇനി നമ്മുടെ ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗിൻ്റെ MCQ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഇതേ ഫോൾഡറിൽ തന്നെ നമ്മളൊരു ഫോൾഡർ ആക്കിയിട്ട് നമ്മുടെ MCQ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിലാണ് നമ്മുടെ MCQകൾ അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ അറ്റംപ്റ്റ് എന്ന് കാണുന്നതെല്ലാം അറ്റംപ്റ്റ് ചെയ്യാത്തതാണ്. അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് റീഅറ്റംപ്റ്റ് എന്ന് കിടക്കും. കാരണം ഈ ഫോൾഡറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഒരുപാട് തവണ അറ്റംപ്റ്റ് ചെയ്ത് പഠിക്കുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര തവണ വേണമെങ്കിലും അത്